കക്കാടിനെ പറ്റി പറയുമ്പോൾ സബൽമി യാത്രയിൽ ഒതുങ്ങിപ്പോകും എന്നും വൈലോപ്പിള്ളിയെ പറ്റി പറയുമ്പം കണ്ണീർപ്പാടത്തിൽ ഒതുങ്ങിപ്പോകുന്നു എന്നും പറഞ്ഞിട്ട് ഒരു പ്രയോഗം തന്നെ, അങ്ങനെ ഒരു അഭിപ്രായം ഇങ്ങനെ നമ്മുടെ സാംസ്കാരിക പ്രവർത്തകരുടെ ഇടയിൽ, കാവ്യാസ്വാദകരുടെ ഇടയിൽ ഇങ്ങനെ ഉയർന്ന് കേൾക്കാറുണ്ട്. ഏതാണ്ട് അതുപോലെ ഒരു അവസ്ഥ ഇവിടെയും ഒന്ന് സംഭവിച്ചോ എന്ന് ഒരു സംശയമുണ്ട്. സ്വാഗത പ്രസംഗത്തിനകത്ത് പോത്ത് എന്ന കവിതയെ പറ്റിയും വഴിവെട്ടുന്നവരോട് എന്ന കവിതയെ പറ്റിയൊക്കെ ചെറിയ രീതിയിലാണെങ്കിലും അതിൻ്റെ ഒരു അന്തസത്ത, കക്കാടിൻ്റെ കവിതകളുടെ ഒരു അന്തസത്ത എന്താണെന്ന് സൂചിപ്പിക്കുന്ന ചില കവിതകളാണ് അതൊക്കെ. അതിന് ചെറിയ രീതിയിലെങ്കിലും പരാമർശിച്ചു പോകുന്നു എന്നത് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു വലിയ മുതൽക്കൂട്ടായിട്ട് കരുതുകയാണ്. അപ്പോൾ കക്കാടിൻ്റെ വഴിവെട്ടുന്നവരോട് പോത്തിനെ കുറിച്ച് പറഞ്ഞു. അതായത് ഏതൊരു കാലഘട്ടത്തിലുള്ള വ്യവസ്ഥിതിയെ അതിൻ്റെ എല്ലാ കൊള്ളരുതായ്മകളെയും അംഗീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കൊള്ളരുതായ്മകളെ ശ്രദ്ധിക്കാതെ ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ആ നേട്ടം കൈപ്പറ്റിക്കൊണ്ട് അതിൻ്റെ ഒരു അടിമയെ പോലെ കിടക്കുന്ന ഒരവസ്ഥ, ചെളിക്കുണ്ടിൽ കിടക്കുന്ന പോത്തിനെ പോലെയാണതെന്ന് സൂചിപ്പിക്കുന്ന ഒരു കവിതയാണ്. അത് എവിടെയെല്ലാം അധികാര ദുർഗങ്ങളുണ്ടോ, അത് രാഷ്ട്രീയ പാർട്ടികളുടെ രൂപത്തിലായിക്കോട്ടെ, ഭരണകൂടത്തിന്റെ രൂപത്തിലായിക്കോട്ടെ, ഇതൊന്നല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ ആയിക്കോട്ടെ, എവിടെയെല്ലാം അതുണ്ടോ അവിടെയെല്ലാം ഈ പോത്തിന്റെ അവസ്ഥയിലുള്ള കുറേ ആളുകളുണ്ട്. അപ്പം അതിനെതിരെ വലിയൊരു വാളോങ്ങുന്ന അല്ലെങ്കിൽ വെട്ടുന്ന രീതിയിലുള്ള ഒരു കവിതയാണ് പോത്ത്. അപ്പം പോത്ത് ഒരു വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കവിതയാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് വഴിവെട്ടുന്നവർ. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വഴിവെട്ടുന്നവരോടുള്ള ഒരു കവിത എന്തായാലും പറയാം, കവിയരങ്ങ് എന്ന് പറയാൻ പറ്റില്ല, കാവ്യോത്സവം എന്ന് പറയുന്നത്. അതായത് പല കവികളുടെ, പ്രശസ്തരായ പല കവികളുടെ കവിതകൾ ഓരോ ആളുകൾ ചൊല്ലുന്ന ഒരു പരിപാടിയിലേക്ക് വഴിവെട്ടുന്നവരോടെന്ന കവിത സ്ഥിരമായി ചൊല്ലുന്ന ഒരു വ്യക്തി അവിടെ വരാതിരുന്ന സമയത്ത് പകരം അത് ചൊല്ലാൻ വേണ്ടി എന്നെ വിളിച്ച് ഞാൻ ആ പ്രോഗ്രാമിൽ ചെന്ന് ഇരിക്കുന്ന സമയത്ത് ഇതിൻ്റെ അവതാരകനായിട്ടുള്ളത് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. വലിയ പ്രസാധക സ്ഥാപനത്തിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് ഇരുന്നിട്ടുള്ള ഒരാളാണ്. പറയാണ്, നമ്മളെപ്പോഴും പെരുവഴിയെ പോകാൻ പഠിക്കണം, പുതുവഴി വെട്ടുന്നത് വളരെ കഷ്ടമാണ്, അങ്ങനെ പെരുവഴിയാണ് ശരി, എപ്പോഴും നാം പെരുവഴിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്, അതാണ് വളരെ എളുപ്പമായിട്ടുള്ളത് എന്നാണ് കവി ഈ കവിതയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് ഒരു ആമുഖ പ്രഭാഷണം നടത്തിയിട്ടാണ് എന്നോട് ചൊല്ലാൻ പറഞ്ഞത്. സത്യത്തിൽ ഈ കവിത പെരുവഴിയെ പോകുന്നവരെ പരിഹസിക്കുകയാണ് ചെയ്തത്. സ്വന്തം വഴി വെട്ടിത്തെളിച്ച് പോകുന്ന വഴി ശരിയല്ല എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ അത് അപര്യാപ്തമാണെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ അത് ശരിയായ വഴി അല്ല എന്ന് തോന്നുമ്പോൾ സ്വന്തമായി വഴി വെട്ടിത്തെളിച്ച് പോകുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന, അതിൻ്റെ ഒരു നെടുനായകത്വം വഹിച്ചിട്ടുള്ള, മലയാള കവിതയിൽ അതിൻ്റെ നെടുനായകത്വം വഹിച്ചിട്ടുള്ള കവികളിൽ, സ്വന്തം വഴി വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോയിട്ടുള്ള കവികളിൽ അഗ്രഗണ്യനാണ് കക്കാട്. അന്ത്യത്തിൽ അദ്ദേഹം വൈലോപ്പിള്ളിയിൽ ചെന്ന് അവസാനിച്ചു എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്നതായിരിക്കാം. നമ്മുടെ ശരീരത്തിന്റെ ശേഷിയോ എല്ലാം നശിച്ച് പോകുന്ന സമയത്ത് അതൊരു ഡെസ്പായിരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ വരുന്നു, സ്വാഭാവികമാണ്. എന്നാൽ വൈലോപ്പിള്ളിയുടെ തലത്തിനേക്കാൾ ഉയർന്ന ഒരു തലത്തിൽ നിൽക്കുന്ന ഒരു കവിയായിട്ടാണ് കക്കാടിനെ ഞാനൊക്കെ കാണുന്നത്. അപ്പം അതുകൊണ്ട് ഈ വഴിവെട്ടുന്നവര് ചൊല്ലാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ അതിൻ്റെ ലിറിക്സ് സ്ക്രിപ്റ്റ് കയ്യിലില്ലാത്തതുകൊണ്ട് കുറച്ച് വരിയെങ്കിലും കാണുന്നുണ്ട്. ഞാൻ ചൊല്ലിയ ഒരു ശൈലിയിൽ ഞാൻ 4 വരി പാടാം. അങ്ങനെ ഇരുവഴിയിൽ പെരുവഴി നല്ലൂ പെരുവഴി പോചങ്ങാതി, ഇരുവഴിയിൽ പെരുവഴി നല്ലൂ പെരുവഴി പോചങ്ങാതി,
പെരുവഴി കൺമുന്നിലിരിക്കെ പുതുവഴി നീ വെട്ടുന്നാകിൽ പലതുണ്ടേ ദുരിതങ്ങൾ. പെരുവഴി കൺമുന്നിലിരിക്കെ പുതുവഴി നീ വെട്ടുന്നാകിൽ പലതുണ്ടേ ദുരിതങ്ങൾ.